അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭീകരാക്രമണം എന്തെങ്കിലും ഉണ്ടായോ? ഭീകരാക്രമണം എന്ന് പറയാൻ പറ്റില്ല. ഭീകരൻ എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വെച്ച് പിടികൂടി എന്നുള്ള വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു വരുത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പിടികൂടിയിരിക്കുന്നത് അഹമ്മദ് ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു 55 വയസ്സുകാരൻ. കാശ്മീരിലെ ഷോപ്പിയാൻ ഭാഗത്തുള്ളതാണ്. ഷോപ്പിയാൻ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനം നടന്ന, ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനത്തിന് ഒത്താശ ചെയ്യുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ്. സൈന്യം എപ്പോഴും ഭീകരമായി ഏറ്റുമുട്ടുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള അഹമ്മദ് ഷെയ്ഖ് ഇന്ന് രാമക്ഷേത്രത്തിൽ കയറി അയാൾ അകത്തേക്ക് വന്നിട്ട് സീതാ രസോയി ഏരിയ ആ ഭാഗത്ത് വന്നിട്ട് രാമക്ഷേത്രത്തിന് ഉള്ളിൽ കയറിയിട്ട്, ഹൈ സെക്യൂരിറ്റിയുള്ള സ്ഥലമാണ്, അതീവ സുരക്ഷയുള്ള മേഖലയിൽ കടന്നിട്ട് സീതാ രസോയി ഭാഗത്തിരുന്ന് ഇയാൾ നമാസ് നടത്താൻ മുതിർന്നു. ഉടനെ സെക്യൂരിറ്റികൾ തടഞ്ഞപ്പോൾ ഇയാൾ വലിയ പ്രശ്നമുണ്ടായി. ബാബറി മസ്ജിദിന് അനുകൂലമായിട്ടും അല്ലാഹു അക്ബർ എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു എന്നാണ് വാർത്ത. വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷാ സേന ഇയാളെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ കശ്മീരിലെ ഷോപ്പിയാനിൽ നിന്ന് അജ്മീർ സന്ദർശനം കഴിഞ്ഞിട്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇയാളെ പരിശോധിച്ചപ്പോൾ ഇയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കുറേ അളവിൽ ഇയാളുടെ ഒപ്പം ദേഹപരിശോധന നടത്തിയപ്പോൾ ഉണക്കമുന്തിരി, മറ്റേ കശുവണ്ടിയൊക്കെ കിട്ടി. അപ്പോൾ ഒരു മനുഷ്യൻ ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൊണ്ട് നടക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ഈ ഭീകരപ്രവർത്തകരെ നമ്മൾ സൈന്യം ഏറ്റുമുട്ടലിൽ വധിക്കാറുണ്ടല്ലോ. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ബദാം, കാഷ്യൂ നട്ട്സ്, ഈ പറയുന്ന ഉണക്കമുന്തിരിയൊക്കെയാണ് കിട്ടാറുള്ളത്. പിന്നെ വെള്ളക്കുപ്പികളും. അതായത് ഭീകരപ്രവർത്തകരെ നടത്താൻ വേണ്ടി ഒളിവിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് പൊറോട്ട ഇറച്ചി കഴിക്കാൻ നേരം കിട്ടില്ല. അവർ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇയാളുടെ പൈജാമയിൽ നിന്നോ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ബാഗിൽ നിന്നോ കണ്ടെടുത്തതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഉണക്കമുന്തിരിയും കശുവണ്ടിയും അടക്കമുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ച് വെച്ച ഒരാളാണ്. അപ്പോൾ ഒരുപക്ഷെ ഇയാളുടെ ഉദ്ദേശം ഇവിടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയോ ഒക്കെയാണോ എന്നറിയില്ല. ഏതായാലും കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇയാൾ അവിടെ കയറിയെന്ന് മാത്രമല്ല, അവിടെ പരസ്യമായി നമാസ് നടത്താൻ മുതിർന്നു എന്നതുൾപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ സുരക്ഷ നൽകുന്ന ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. അത് നമ്മുടെ രാമക്ഷേത്രം മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ടു, ഹിന്ദുക്കളുടെ നാടാണ് ഇന്ത്യ. ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം, 80% ഹിന്ദുക്കളുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഹിന്ദുക്കളുടെ എല്ലാ ക്ഷേത്രങ്ങളും കനത്ത കാവലിലാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കനത്ത കാവലാണ്, ശബരിമലയ്ക്ക് വലിയ കാവലാണ്, ഗുരുവായൂർ വലിയ ക്ഷേത്രമാണ്. ഇപ്പോൾ അയോധ്യ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഇങ്ങോട്ട് രാമക്ഷേത്രത്തിനും സുവർണക്ഷേത്രത്തിനും നേരെ മിസൈൽ അയച്ചു. നമ്മൾ എയർ ഡിഫൻസ് സംവിധാനങ്ങളൊക്കെ നേരത്തെ സജ്ജമാക്കിയിരുന്നുകൊണ്ട് അതൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു, ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് എവിടെ എടുത്താലും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം വലിയ പോലീസ് ബന്ദോബസ്താണ്. എന്നാൽ ക്രൈസ്തവരുടെയും മുസ്ലിമുകളുടെയും മോസ്കുകളും പള്ളികളും ഒരു സുരക്ഷയും ഇല്ലാതിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് പോലീസ് സംരക്ഷണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തകർക്കപ്പെടും, ആക്രമിക്കപ്പെടും. അതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. അപ്പോൾ പിന്നെ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയണോ? 500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരന്മാരായ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിന് ശേഷം ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തകർത്തുകൊണ്ടിരുന്ന പാരമ്പര്യത്തിൻ്റെ ഭാഗമായി അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ ജനിച്ച പവിത്രമായ ആ ജന്മസ്ഥലം കയ്യേറി ബാബറിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി 500 വർഷത്തോളം ഹിന്ദുക്കൾ പൊരുതി, അല്ലേ? ജീവൻ കൊടുത്ത് പൊരുതി, കണ്ണീരൊഴുക്കി, വിയർപ്പൊഴുക്കി, ചോരയൊഴുക്കി, ഒടുവിൽ സാക്ഷാത്കരിച്ചതാണ്, തിരിച്ചു പിടിച്ചതാണ് രാമക്ഷേത്രം. രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല, ലോകത്തെവിടെ ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ ഏതെങ്കിലും ദേവാലയം തകർത്ത് അവരുടേതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പിന്നീട് പഴയതിലേക്ക് പോയിട്ടില്ല, രാമക്ഷേത്രം ഒഴികെ. അപ്പോൾ ജിഹാദികൾ ആക്രമിച്ച് കീഴടക്കി പള്ളിയാക്കിയ, മോസ്കാക്കിയ ചരിത്രമാണ് ലോകത്തെല്ലായിടത്തുള്ളത്. ഇസ്രയേലിൽ പറ്റിയിട്ടില്ല. ഇസ്രയേലിലെ ദേവാലയത്തിൻ്റെ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. തകർക്കപ്പെട്ട ദേവാലയം, വിലാപത്തിൻ്റെ മതിൽ എന്ന് പറഞ്ഞ് ജൂതന്മാർ അതിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ആ ക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോൾ യേശുദേവൻ ഭൂമിയിൽ അവതരിക്കും എന്നൊക്കെയാണ് വിശ്വാസം. പക്ഷേ അവർക്ക് പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നായ എന്ത് സാഹസത്തിന് മുതിർന്ന ഇസ്രയേലിന് പറ്റിയിട്ടില്ല അവരുടെ തകർക്കപ്പെട്ട ദേവാലയങ്ങൾ പുനഃസ്ഥാപിക്കാൻ. പക്ഷേ ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റുകൾ തകർത്ത ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രം ജന്മസ്ഥലം തിരിച്ചു പിടിച്ചവർ നമ്മൾ ക്ഷേത്രം പുനർനിർമ്മിച്ചു. ഇത് ലോകത്തെമ്പാടുമുള്ള ജിഹാദികളെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കാരണം അത് അവർക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. അയോധ്യ മോഡൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ആവർത്തിച്ചാൽ
ഈ സംഭവത്തിൻ്റെ അടിത്തറ ഇളകിപ്പോവും. അതുകൊണ്ട് രാമക്ഷേത്രം തകർക്കുക എന്നുള്ളത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പരസ്യമായി കേരളത്തിൽ മലയാളത്തിൽ പോലും ബോർഡ് വെക്കുന്നില്ല. തിരിച്ചു പിടിക്കും, ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും. എല്ലാ വർഷവും ഡിസംബർ 6 തൊട്ട് മുമ്പ് ഇവിടെ സുഡാപ്പികളുടെയൊക്കെ പോസ്റ്റർ വരാറുണ്ട്. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും, ആ സ്ഥലത്ത് പുനർനിർമ്മിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ നോക്കുമ്പോൾ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും എന്ന് പറയുമ്പോൾ നിഷ്കളങ്കമാണോ? അപ്പോൾ അത് പുനർനിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാമക്ഷേത്രം തകർക്കണം. രാമക്ഷേത്രം തകർക്കണം എന്ന് തന്നെയാണ് അവർ ഈ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കും എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നേരിട്ടത് പറയാതെ വളച്ചു പറയുക. അല്ല, നേരിട്ട് പറയുന്നുണ്ട്. മദ്രസ കുട്ടികളുടെയൊക്കെ വീഡിയോയിൽ ഇഷ്ടംപോലെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അവരോട് മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കുമ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തകർത്തിട്ട് തിരിച്ച് പള്ളി പണയും എന്ന് പറയുന്ന വീഡിയോ 100 കണക്കിനുണ്ട്. അതെയോ? ഞാൻ കണ്ടിട്ടില്ല. അതെ, ഒരുപാടുണ്ട്. അപ്പോൾ ഏതായാലും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇപ്പോൾ 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക, അതിനുള്ള പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു. എന്തിനെയോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇന്ത്യൻ പട്ടാളം മുഴുവൻ അതിർത്തികൾ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച് സൗത്ത് ഇന്ത്യയെ വേർപെടുത്തുക. ദക്ഷിണേന്ത്യ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പദ്ധതികളിലൊന്നാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ആഗ്രഹിക്കുന്നു. എന്തിനാണ്? ഈ പട്ടാളം അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളെ വേർതിരിച്ചെടുത്ത് നമ്മൾ കലാപത്തിനിറങ്ങിയാൽ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക രാജ്യമായി മാറാം എന്നുള്ള പദ്ധതിയുണ്ട്. 2047 പ്രത്യേകത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 100-ാം വർഷമാണ്. 100-ാം വർഷത്തിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളത് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലക്ഷ്യമാണെന്നുള്ളത്. പിന്നീട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുകയാണ്. ഇന്നിപ്പോൾ എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട്, പിണറായി പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ അത് മുസ്ലിമിനെതിരെയാണെന്ന് പറയും, IS എതിരെ പറഞ്ഞാൽ മുസ്ലിമെതിരെയാണെന്ന് പറയും. കാരണം ഇവരൊക്കെ സമ്മതിക്കുകയാണ് IS എന്ന് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, SDPI എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് അവർ സമ്മതിക്കുന്നതുകൊണ്ടാണ് ഇവർ ഏറ്റുപിടിക്കുക. ഇപ്പോൾ കാന്തപുരം കേരളത്തിൽ UDF ഭരണം കിട്ടിയാൽ ആഭ്യന്തരമന്ത്രി ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് ബാലൻ പറഞ്ഞപ്പോൾ സമസ്ത പ്രതിഷേധിക്കുന്നു. അതെന്ത്? സമസ്തയ്ക്ക് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധം? അപ്പോൾ ഇവരെല്ലാം ഒന്നാണെന്നേ. ഇവരൊക്കെ പലതൊക്കെ പറയും, അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുന്നത് ഒന്നാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരിക്കുന്ന ഈ കടന്നുകയറ്റം വല്ലാതെ നമ്മളെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നുണ്ട് ഇവർക്ക് ഇനി നിഷ്കളങ്കമായി പറയാം, അയാൾ അവിടെ കയറിയതിനിപ്പോൾ എന്താ? കയറിയെങ്കിൽ ഇയാളെന്തിനാണ് അവിടെ സീതാരസോയുടെ അടുത്ത് പോയിട്ട് നമസ്കരിക്കാൻ, നമാസ് നടത്താൻ പോയത്? ഇതൊരു സൂക്കേടല്ലേ? നമ്മൾ പലയിടത്ത് റോഡിൻ്റെ നടുക്ക്, സൂപ്പർ മാർക്കറ്റിൽ, മാളുകളിൽ, വിമാനത്തിൽ, ട്രെയിനുകളിൽ ഒക്കെ നമസ്കരിക്കുകയാണ്. അത് പ്രകോപനം ഉണ്ടാക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ കടന്നു കയറി എന്ന് പറയുന്നത് ഒരു സുരക്ഷാ വീഴ്ചയാണ്. അടിയന്തരമായി സുരക്ഷാ സേനകളുടെ, സുരക്ഷാ സംവിധാനത്തിൻ്റെയൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും അയാളുടെ ചിത്രം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന 55 വയസ്സുകാരനാണ്. ഉറപ്പായിട്ടും ജിഹാദി ആയിരിക്കണം. നമ്മൾ ഇപ്പോൾ ഇയാളൊരു പാവപ്പെട്ടവനാ, അല്ല വന്നപ്പോൾ കൗതുകം കൊണ്ട് അയോധ്യയിൽ കയറിയപ്പോഴത്തേക്ക് അയാൾ ദീനിയായ ഇസ്ലാമായതുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കേണ്ട സമയം നിസ്കരിക്കാൻ മുട്ടിയപ്പോൾ അയാൾ അവിടെ അങ്ങ് നിസ്കരിച്ചു. ഹിന്ദുക്കൾക്ക് ഹൃദയവിശ്വാലത ഉണ്ടായിക്കൂടെ? ഇവൻ്റെ പള്ളി കയറിയിട്ട്, മോസ്കിൽ കയറിയിട്ട് നമ്മളൊരു ഭജന നടത്തി നോക്കണം. അപ്പം അറിയാം. മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ മാത്രം ഒരു ബാധ്യതയാണ്. ഞങ്ങൾക്കതൊന്നുമില്ല. പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ പ്രസംഗം നടത്തണം. ചില നേതാക്കന്മാരുണ്ട്. ഞാൻ നോക്കുന്നത് TK ഹംസ എന്ന് പറഞ്ഞ ആൾ, ഞാൻ സ്കൂളിലോ മറ്റോ പഠിക്കുമ്പോഴാണ് TK ഹംസ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട്, CPMൻ്റെ നേതാവല്ലായിരുന്നോ? അയാൾ വന്ന് CPM ചേർന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഇയാൾക്ക് വലിയ സ്വീകരണം എൻ്റെ നാട്ടിൽ തലയോലപ്പറമ്പിൽ ഈ സ്വീകരണം കൊടുക്കുന്നൊരു സമ്മേളനം. അപ്പോൾ ഞാനൊക്കെ അതിൽ നടന്നു പോകും. മാർക്കറ്റിൽ, ചിലപ്പോൾ മാർക്കറ്റിനകത്താണ് യോഗം. മാർക്കറ്റിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു. ഇയാൾ മുട്ടുകുത്തി നിന്നു സ്റ്റേജിൽ നമസ്കരിക്കാൻ. സ്റ്റേജിൽ നിസ്കരിച്ചു TK ഹംസ. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ CPMലേക്ക് വന്ന സമയത്ത്. CPMകാർക്കൊക്കെ രോമാഞ്ചമായിപ്പോയി. കാരണം ഒരു കാര്യമുണ്ട്, എത്ര വിപ്ലവം പറഞ്ഞാലും, ഏത് വിപ്ലവ പ്രസ്ഥാനത്തിൽ വന്നാലും അടിസ്ഥാനപരമായി ഒരു മുസ്ലിം തന്നെയാണ്. അവൻ എത്ര അല്ല പിന്നെ ആരിഫ് ഹുസൈൻമാരെ പോലെയുള്ള മുസ്ലിമുകളായിരിക്കണം. അല്ലാത്തവർക്കുള്ളിൽ എത്ര പുരോഗമനം പറഞ്ഞാലും, ഏത് മാഷന്മാരാണെങ്കിലും ശരി, അവർ ബേസിക്കലി പറഞ്ഞ് ചെല്ലുമ്പോൾ അവസാനം മുസ്ലിമായിട്ട് മാറും. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹംസ മാഷിനെ കുറിച്ച് പറയുന്നവർ ആലോചിക്കണം. അദ്ദേഹം CPMൻ്റെ വേദിയിൽ നിസ്കരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പം ദീനി ആയിരിക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. അവൻ്റെ ലക്ഷ്യം, ഒരു ദീനിയായ മുസ്ലിമിൻ്റെ ലക്ഷ്യം കാഫിറിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാഫിറിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ പ്രതീകമായി രാമക്ഷേത്രം നിൽക്കുമ്പോൾ, അത് കാണുമ്പോൾ ഈ പറഞ്ഞ ജിഹാദി മനസ്സുള്ള ഒരു ഇസ്ലാമിന്, ഒരു മുസ്ലിമിന് ഉയരുന്ന വികാരമാണ് അയോധ്യയിൽ കണ്ടത്. ഏതായാലും വാർത്ത വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ.
അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ വരുമെന്ന് കരുതാം. ഇനിയിപ്പോൾ കുറച്ച് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ തന്നെ അയാൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞേനെ, മനോരോഗിയാണ് എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയാണല്ലോ, കാസർഗോഡ് പള്ളിയിൽ കയറിയിട്ട് പുൽക്കൂട് നശിപ്പിച്ചു, മനോരോഗിയാണ്, അതെല്ലാം മനോരോഗിയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലായതുകൊണ്ട് അയോധ്യയിൽ കയറിയതുകൊണ്ട് മിക്കവാറും മനോരോഗിയാകാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ മലയാളത്തിൽ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത് ഇന്ത്യ ലൈവ് മാത്രമായിരിക്കും. കാരണം ഇത്തരം വാർത്തകൾ സംഭവിക്കുമ്പോൾ അത് ലോകത്തെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമാണ്. അതുകൊണ്ട് നിരന്തരം വീണ്ടും വീണ്ടും നിങ്ങളറിയാത്ത വാർത്തകൾ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ പേജ് തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിൽ ഒന്ന് വിരൽ തൊടുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും അമർത്തുക. ഇന്ത്യ ലൈവിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.